ഹായ് ഓൾ, വെൽക്കം ടു പാരൻ പോഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉഴുന്ന് വടൻ്റെ റെസിപ്പി ആയിട്ടാണ്. വട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഉണ്ടാക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല എന്നാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും ശരിയാവും. ഞാൻ 2 കപ്പ് ഉഴുന്നാണ് ഇവിടെ എടുക്കുന്നത്, അതായത് 400 ഗ്രാം. ഇത് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വയ്ക്കാം. ഇത് ഞാൻ രാത്രിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കുതിർത്ത് വെച്ച ഉഴുന്ന് നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഈ വെള്ളം നമുക്ക് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ വെള്ളമൊക്കെ നന്നായി അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളം കുറച്ചൊന്ന് കുടഞ്ഞു കൊടുക്കാം. ഇതുപോലെ കുടഞ്ഞു കൊടുക്കാനേ പാടുള്ളൂ, ഒഴിക്കാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ഉഴുന്ന് പരിപ്പൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെള്ളം കുറച്ചും കൂടി കുടഞ്ഞു കൊടുക്കുക. ഇങ്ങനെ 1-2 തവണ നമുക്ക് ചെയ്യേണ്ടി വരും. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കുമ്പോൾ മാവ് നന്നായി അയഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് മാത്രം ആവശ്യത്തിന് കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് നമ്മൾ അരച്ചെടുക്കുന്നത്. അങ്ങനെ 1-2 തവണ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ ഒരു തിക്നെസ്സിലുള്ള മാവ് റെഡിയായി കിട്ടും. അങ്ങനെ 2 ബാച്ചാക്കിയിട്ട് ഞാൻ മുഴുവൻ ഉഴുന്നും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ്. ഇതിനി വൈകുന്നേരമാണ് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ചെറിയ രീതിയിലൊന്ന് ഫെർമെൻ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. നമുക്ക് ഈ മാവ് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ അടച്ച് വെക്കുമ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ട ഒരു ടെക്സ്ചർ. ഇതിലേക്ക് ഞാനിനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഭയങ്കര ഫോഴ്സ് കൊടുത്ത് കുറേ സമയം ഇട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മൾ മാവ് അയഞ്ഞു പോകും. ജസ്റ്റ് ഈ ബേക്കിംഗ് സോഡയും ഉപ്പും മാവിൻ്റെ എല്ലാ സൈഡും ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കൊരു മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തെടുക്കാം. അതേപോലെ എരിവിനനുസരിച്ച് 1-2 പച്ചമുളക് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് തിളക്കാൻ വെക്കുന്നുണ്ട്. ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ വെള്ളത്തിൽ ഇതുപോലെ കൈ നനച്ച് കുറച്ച് മാവ് കയ്യിലേക്ക് എടുക്കുക. ഒന്ന് കയ്യിലേക്ക് ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ തള്ളവിരൽ വീണ്ടും ഈ വെള്ളത്തിലേക്ക് ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ടാണ് നടുവിൽ നമ്മൾ ആ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്ത് തുടങ്ങാൻ. അല്ലെങ്കിൽ ഉള്ളി വേവാണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒരു 3 എണ്ണം ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി 2 സൈഡും ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഈ വടയെല്ലാം 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഒരു ടൊമാറ്റോ ചട്നി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി, ഒരു തക്കാളി, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 വറ്റൽമുളക് നമ്മൾ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതൊരു പാന് ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇവിടെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ചൂടാറാൻ വേണ്ടി വെക്കണം. ചൂടാറിയതിന് ശേഷം ഞാനിതൊക്കെ മിക്സീൻ്റെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നല്ലപോലെ ഒരു പേസ്റ്റാക്കി അരച്ചെടുക്കാം.
ഇതേപോലെ അരച്ചെടുത്തതിന് ശേഷം ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കടുകും ചെറിയ ജീരകവും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടൊമാറ്റോ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വടയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും സക്സസ് ആവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.